അന്ന് മാന്ത്രിക പുസ്തകം തന്റെ വീട്ടിൽ കൊണ്ടുപോയ ശേഷം അടുത്ത ദിവസങ്ങളിൽ ലിയോറയുടെ ജീവിതം മാറി മറിയുകയായിരുന്നു. ജോലി സ്ഥലത്ത് അവൾ ശ്രദ്ധാലുവായിരുന്നെങ്കിലും അവളുടെ മനസ്സ് മുഴുവൻ നിക്കോയുടെ പുസ്തകത്തിലായിരുന്നു. ജോലി കഴിഞ്ഞ് വീട്ടിലെത്തിയാൽ അവൾ പുസ്തകം തുറന്ന് പുതിയ താളുകൾ തേടി. ഒരു ദിവസം അർദ്ധരാത്രിയിൽ പുസ്തകത്തിലെ ഒരു താൾ തനിയെ തിളങ്ങി. മറ്റു താളുകളിൽ നിന്ന് വ്യത്യസ്തമായി അതിൽ വ്യക്തവും എന്നാൽ പുരാതനവുമായ മലയാള ലിപിയിൽ ഒരു വാചകം മാത്രം എഴുതിയിരുന്നു. ആരംഭം അവിടെയാണ്, അവസാനവും. താഴെ ഒരു മാന്ത്രിക ഭൂപടത്തിന്റെ രൂപരേഖ പതിഞ്ഞിരുന്നു. ലിയോറയുടെ പുസ്തകശാലയുടെ ലേ ഔട്ടായിരുന്നു ആ ഭൂപടത്തിൽ ഉണ്ടായിരുന്നത്. എന്നാൽ സാധാരണ ഷെൽഫുകൾക്ക് പുറമെ ഒരു പ്രത്യേക ഭാഗം ചുവന്ന നിറത്തിൽ തിളങ്ങുന്നുണ്ടായിരുന്നു. അത് മറ്റൊരിടമല്ല, പുസ്തകശാലയുടെ ഏറ്റവും വടക്കൻ ചെന്ന നിരോധിത വിഭാഗം എന്നറിയപ്പെടുന്ന ജീവനക്കാർക്ക് പോലും പ്രവേശനമില്ലാത്ത ഒരിടമായിരുന്നു. ലിയോറയുടെ ഹൃദയം ശക്തിയായി മിഴിച്ചു. ഭയം കലർന്ന ഒരു അത്ഭുതം അവളുടെ മനസ്സിൽ നിറഞ്ഞു. ഈ പുസ്തകം എന്തിനാണ് തന്നെ ആ രഹസ്യ അറയിലേക്ക് നയിക്കുന്നത്? അവളുടെ മനസ്സിൽ സംശയങ്ങളും ഭയവും നിറഞ്ഞു. എങ്കിലും അവൾ ആ ഭൂപടം മനസ്സിൽ കുറിച്ചെടുത്തു. പിറ്റേന്ന് സാധാരണ ദിവസത്തേക്കാൾ നേരത്തെ ലിയോറ പുസ്തകശാല അടച്ചു. തനിക്കൊരു പ്രധാനപ്പെട്ട കണക്കെടുപ്പ് നടത്താനുണ്ടെന്ന് പറഞ്ഞ് ഉടമയുടെ മകൻ റിച്ചാർഡിന്റെ കണ്ണു വെട്ടിച്ച് അവൾ അവിടെ തന്നെ നിന്നു. എല്ലാവരും പോയിക്കഴിഞ്ഞപ്പോൾ പുസ്തകശാല നിശബ്ദമായി. ഭയപ്പെടുത്തുന്ന ഒരു നിശബ്ദത. ലിയോറ മാന്ത്രിക ഭൂപടം മനസ്സിൽ ഓർത്തെടുത്തു. ഇരുട്ടിൽ മൊബൈൽ വെളിച്ചത്തിന്റെ സഹായത്തോടെ അവൾ നിരോധിത വിഭാഗത്തിലേക്ക് നടന്നു. ആ വഴിയിലെങ്ങും പഴകിയ തടികളുടെ മണമായിരുന്നു. ചുവന്ന നിറത്തിൽ തിളങ്ങിയ ഒരു ഭാഗത്ത് അവൾ എത്തി. അവിടെ കട്ടിയുള്ളൊരു മരവാതിൽ കണ്ടു. അതിൽ പ്രവേശനമില്ല എന്ന് എഴുതിയ ബോർഡ് തുരുമ്പെടുത്തിരുന്നു. അവൾ മെല്ലെ ആ നിക്കൂടെ പുസ്തകം പുറത്തെടുത്തു. പുസ്തകത്തിലെ വെളിച്ചം വാതിലിലേക്ക് പതിഞ്ഞപ്പോൾ വാതിലിന്റെ പൂട്ട് തനിയെ വിറയ്ക്കാൻ തുടങ്ങി. അവൾ അത്ഭുതത്തോടെ നോക്കി നിൽക്കെ പൂട്ട് ശക്തിയെ വലിയ ശബ്ദത്തോടെ തുറന്നു. വാതിൽ തുറന്ന് അകത്തേക്ക് കടന്നപ്പോൾ ഇരുട്ടും പൊടിയും നിറഞ്ഞ ഒരു ചെറിയ മുറിയെ കണ്ടു. റാക്കുകളിൽ ചിതലരിച്ച പുസ്തകങ്ങൾ. അവിടെയുള്ളതെല്ലാം ചരിത്രത്തിൽ നിന്നും മായ്ച്ചു കളഞ്ഞതുപോലെ തോന്നി. പെട്ടെന്ന് റാക്കുകൾക്കിടയിൽ അവൾ ഒരു രൂപം കണ്ടു. അതൊരു മനുഷ്യരൂപമായിരുന്നില്ല, മാർബിൾ പ്രതിമയായിരുന്നു. ഭംഗിയുള്ള ഒരു പുരുഷന്റെ പ്രതിമ. പക്ഷെ ആ പ്രതിമയ്ക്ക് കൈകൾ ഉണ്ടായിരുന്നില്ല. അവിടെ എന്തോ ഒണിഞ്ഞുപോയ അടയാളങ്ങൾ മാത്രം. അവളുടെ മനസ്സിൽ ഒരു ചിന്ത മിന്നിമറഞ്ഞു. അവൾ നിക്കോയുടെ പുസ്തകം പ്രതിമയുടെ ഒടിഞ്ഞ കൈകളിലേക്ക് വെച്ചു. ആ നിമിഷം പുസ്തകം പ്രതിമയുടെ കൈകളിൽ വെച്ച ഉടൻ ഒരു പ്രചണ്ഡമായ പ്രകാശം ആ മുറിയിൽ നിറഞ്ഞു. പ്രതിമയുടെ മാർബിൾ ശരീരം പൊട്ടിമാറി. അതിൽ നിന്നും ജീവനുള്ള യുവത്വമുള്ള ഒരു മനുഷ്യൻ പുറത്തു വന്നു. നീണ്ട മുടിയും തിളക്കമുള്ള കണ്ണുകളുമായി നൂറ്റാണ്ടുകളുടെ നിഗൂഢത പേറുന്ന ഒരാൾ. മാറ്റം സംഭവിച്ചു കഴിഞ്ഞപ്പോൾ അയാൾ അവളെ നോക്കി സൗമ്യമായി പുഞ്ചിരിച്ചു.